കേസ് നമ്പർ 326/18 കള്ളനോട്ട് കൈവശം വെച്ച കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. കേസിലെ മുഖ്യപ്രതിയായ കൈതപ്പുഴ കുന്നത്തു വീട്ടിൽ യശോധരന്റെയും ലീലാമ്മയുടെയും മൂത്തപുത്രി രമണി ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിയിൽ മാത്രമല്ല, ഞാൻ എന്റെ വീട്ടിൽ എല്ലായിടത്തും സത്യം മാത്രമേ പറയുള്ളൂ. എന്റെ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെയാ. എത്ര വയസ്സായി? 23. സത്യം? എന്റെ പൊന്ന് സാറേ, കോടതിയിലെന്നല്ല, വേറെ എവിടെ ചോദിച്ചാലും പെണ്ണുങ്ങൾ വയസ്സ് ചോദിച്ചാൽ സത്യം പറയുമോ സാറേ? അത് ശരിയാ. എന്റെ പെണ്ണുമ്പിളയ്ക്കും 53 വയസ്സുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ 35 വയസ്സാ പറയുള്ളൂ. ഞാൻ ചിരിച്ചെന്റെ ഇടപാട് തീരും. അതൊരു കാര്യം ചോട്ടെ, നിങ്ങൾ ഈ കള്ളനോട്ടടി കിടക്കുന്ന എത്ര വർഷമായി? സാറേ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ നല്ല ചീത്ത വിളിച്ച് പറഞ്ഞാലേ സാറിന്റെ വീട്ടിൽ ഇരിക്കുന്ന കൂട്ടാഞ്ചട്ടി വരെ പൊട്ടിപ്പോകും കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ, എന്റെ കക്ഷി കള്ളനോട്ട് കേസിൽ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രതിഭാഗം വക്കീല് ശ്രമിക്കുന്നുണ്ട് സർ. അവര് പറഞ്ഞ കാര്യങ്ങൾ പറയൂ. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് 2000 നോട്ട് വന്നത്? സാറേ, ഞാൻ എന്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് 2-3 വർഷമായി. അങ്ങേര് വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ചില്ലറ കൊണ്ടുവന്ന് ചെലവിന് തരുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഇച്ചിരി പൈസ കൊണ്ടുവന്ന് ചെലവിനായിട്ട് കൊണ്ടുതന്ന്. അതിപ്പോ ഞാൻ മേടിച്ച് കള്ളനാണോന്നോ നേരെയുള്ളതാണോന്നൊന്നും എനിക്കറിയാൻ മേല. വല്ലപ്പോഴും കിട്ടുന്ന പൈസയല്ല ഞാനത് മേടിക്കുന്നത്. ഇച്ചിരി മലക്കറിയും പച്ചക്കറിയും മേടിച്ച് ഇച്ചിരി മീനൊക്കെ മേടിച്ച് എക്സ്ക്യൂസ് മീ സർ. കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ സർ. എന്റെ പ്രതിയെ മനഃപൂർവ്വം കുത്തി നോവിച്ച് കരയിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിവാദം വക്കീൽ. ആര് കുത്തി? എവിടെ കുത്തി? കുത്തി നോവിച്ച് കരയിക്കുക. ഞാൻ പറയട്ടെ, അവര് കരഞ്ഞു, ഞങ്ങൾ എല്ലാം കൂടെ കരഞ്ഞില്ല സാറേ. എന്താ കുഴപ്പം? സാറേ, അത് മാത്രമല്ല, ഈയിടെയായിട്ട് എനിക്ക് 2-3 കല്യാണാലോചനകൾ വന്നായിരുന്നു. സാറേ, ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി അങ്ങേര് ഇത് ചെയ്തതാണെന്നുള്ളത് ഉറപ്പാ സാറേ. സർ, ആ പ്രതിയെ വിസ്തരിക്കാൻ വേണ്ടിട്ട് അനുമതി തരണം. തണ്ണീർമുക്കം തൈക്കാട്ട് വീട്ടിൽ ഗംഗാധരന്റെയും സുശീലയുടെയും മൂത്ത മകൻ വിജയൻ ഹാജരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ? നമസ്കാരമുണ്ട്. നമസ്കാരം. ആ സപ്ലയർക്ക് നമസ്കാരമുണ്ട്. അല്ലെ